ഹെഡ്ജ്. കാര്യം സാമ്പത്തികമാണ്. ഫിനാൻഷ്യൽ ലോസ് വാസ് എ ബിഗ് ഇഷ്യൂ. വീട് വിൽക്കേണ്ടി വന്നു. ഗോൾഡൊക്കെ ഞാൻ ടു ബി വെരി ഓണസ്റ്റ് മിക്കവാറും വൈകിട്ടാകുമ്പം ചെറിയ ചെറിയ എന്തെങ്കിലും ഗോൾഡ് കൊണ്ട് വിൽക്കേണ്ടി വരും. എനിക്ക് ആ സമയത്ത് മെൻ്റലി ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി. ഇത്തിരി മെൻ്റൽ ഇൽനെസ് വന്ന് 3 മാസം ഞാൻ ബോധമില്ലാതെ കിടന്ന്. അപ്പം ഒരുപാട് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ഈ സിനിമയിൽ. അത് ആരാണെന്നൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. ഞാനന്ന് സുന്ദരിയായിരുന്നു. ഒരു ഫീമെയിലിനൊന്നും ഭംഗി വേണം എന്നില്ല, ടാലന്റ് മതി. 18 വയസ്സിൽ എൻ്റെ കല്യാണം കഴിയുന്നത്. അവിടെയാണ് എൻ്റെ ജേർണി കംപ്ലീറ്റ്ലി ഞാൻ വിചാരിക്കാത്തൊരു ട്രാക്കിലേക്ക് പോകുന്നത്. എന്തോ പിന്നെ തലയിലെടുത്ത് തന്നെയാണ് ഞാൻ ഒരു VJ ആയത്. എനിക്ക് ലോൺ എടുക്കുന്ന ഇഷ്ടമല്ല, അത് അച്ഛൻ പഠിപ്പിച്ച വേറൊരു സംഭവമാണ്. ഇറ്റ്സ് വെരി ഗുഡ് ടു ഹാവ് എ ഗവൺമെന്റ് ജോബ്, പെൻഷനൊക്കെ ഉള്ള ഒരു ജോബ്. ഈ സിനിമ, സീരിയൽ ഇതൊന്നും ഒരു സ്റ്റഡി ഇൻകം അല്ലല്ലോ. ആൾക്കാരെ വിചാരം എനിക്ക് ഭയങ്കര ജാടയാണെന്നാ. ജാട, അഹങ്കാരം, അഹംഭാവം, തൻ്റെടി. നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ മുമ്പോട്ട് പോയേ പറ്റുള്ളൂ. അതിന് ആരോ പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്, വെള്ള സാരിയെ കൊടുത്ത് വീട്ടിൽ ഇരുന്ന് കൂടെയെന്ന്. വെള്ള സാരി കൊടുത്തിരുന്നാൽ അവർ കൊണ്ട് തരുമോ എന്തേലും? ഒരു മനുഷ്യൻ എൻ്റെ ഫോൺ എടുക്കാതായി. ഞാൻ വിളിച്ചിട്ട് പൈസ ചോദിക്കുമോ? അങ്ങനെ പലരും എന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അറിയോ? വാട്ട് എ സ്റ്റുപ്പിഡ് വേൾഡ് ഇറ്റ് ഈസ്. ആങ്കറിങ് ഇന്നത്തെ പോലെ ഗ്ലാമർ ഇല്ലാത്തൊരു ടൈമിൽ തൻ്റെ ചാം കൊണ്ടും കോൺഫിഡൻസ് കൊണ്ടും മലയാളികളുടെ ഇടയിൽ ഇടം നേടിയ ഒരാളാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത്. ഷീസ് എൻ ആക്ട്രസ് ആൻഡ് ഓൾസോ എൻ ഓൺട്രപ്രണർ. പാട്ടുപെട്ടി എന്നുള്ള പ്രോഗ്രാം പണ്ടത്തെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. പാട്ടുപെട്ടിയിലൂടെ നമ്മുടെ ഏവരുടെയും പ്രിയങ്കരിയായി മാറിയ ദേവി അജിത്താണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. വെൽക്കം ദേവി ചേച്ചി ടു കാര്യം സാമ്പത്തികമാണ് വിത്ത് അനുശ്രീദാസ്. താങ്ക് യു. ഒരു കാര്യം ഞാൻ തിരുത്തട്ടെ, ഞാനന്ന് സുന്ദരിയായിരുന്നു. സൗന്ദര്യം കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അപ്പോഴത്തെ നമ്മുടെ കമ്പയറിംഗ് എന്ന് പറയുന്നതിലും സൗന്ദര്യം അല്ല, ആ ഗ്ലാമറസ് ആവണ്ട. പക്ഷേ വി ഷുഡ് ബി ലൈക്ക് ഗുഡ് ലുക്കിംഗ്. ഇപ്പോഴത്തെ കമ്പയറിംഗേ അല്ല അപ്പോഴത്തത്. ദാറ്റ് ഇസ് വാട്ട് യു സെഡ് ഇസ് കറക്റ്റ്. കാര്യം ഇങ്ങനത്തെ ഒന്നുമല്ല, പഠിച്ച് കാണാതെ പഠിച്ച് പറഞ്ഞ് വളരെ ബുദ്ധിമുട്ടി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞതുപോലെ സൗന്ദര്യം നോക്കാനൊന്നും വലിയ സമയം കിട്ടില്ല. ഐ തിങ്ക് ആക്ടിങ്ങിൽ അത് തിരിച്ചു വരുന്നുണ്ട്. ഇപ്പം ഒരു ഫീമെയിലിനൊന്നും ഭംഗി വേണം എന്നില്ല, ടാലന്റ് മതി. അല്ലാതെ ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതൊരു റോളും ക്യാരക്ടർ റോൾസിനും ഇപ്പം ഭംഗിയെക്കാട്ടിയും കൂടുതൽ ടാലന്റ് മതി. അത് തിരിച്ചു വരികയാണ് പഴയതുപോലെ. അപ്പം ഞാൻ കണ്ടപ്പോഴും ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഉന്നത്തെ പോലെ തന്നെ എപ്പോഴും ഇരിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഇപ്പം വളരെ ഏർലി തന്നെ ഇപ്പം ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്നൊരു ഗ്ലാമറസ് ജോബ് ആയിരുന്നില്ലാത്തൊരു സമയത്തും അതൊരു സ്റ്റേബിൾ കരിയർ അല്ലാതിരുന്നൊരു സമയത്താണല്ലോ വന്നത്. പ്രത്യേകിച്ച് ലോ ആണ് പഠിച്ചതൊക്കെ അല്ലേ. അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു കരിയറിൽ എത്തിപ്പെട്ടത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് ചൂസ് ചെയ്തത്? നെവർ മെന്റ് ടു ബി എ VJ. ഒരു തോട്ട്സിലും ഇല്ലായിരുന്നു. ആക്ച്വലി ഒരു ഓർത്തഡോക്സ് ഫാമിലി ആയതുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയും ടീച്ചേഴ്സാണ്. അപ്പം അങ്ങനെ ഒരു ഞാൻ വെറുതെ എയർ ഹോസ്റ്റസ് ആവണം എന്ന് പറഞ്ഞപ്പോൾ പോലും അത് വിദൂര ചിന്തയിൽ വെച്ചോളാൻ നടക്കില്ല പറഞ്ഞു. ഞാൻ സാധാരണ പഠിക്കുമായിരുന്നു നന്നായിട്ട്. അപ്പോൾ അങ്ങനെ തന്നെ ഈ ലോയ്ക്ക് പോകാൻ കാരണം അച്ഛൻ ലോ കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ അച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നു 2 മക്കളിൽ ഒരാൾ ലോയർ ആവണം എന്ന്. പക്ഷേ എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. അച്ഛന് വേണ്ടിയാണ് ഞാൻ ലോയ്ക്ക് ജോയിൻ ചെയ്തത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഫീൽഡ് അതൊന്നും ആണെന്ന് ഒരിക്കലും എനിക്ക് ഞാൻ എന്താവണമെന്ന് തീരുമാനിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 18 വയസ്സിൽ എൻ്റെ കല്യാണം കഴിയുന്നത്. അവിടെയാണ് എൻ്റെ ജേർണി കംപ്ലീറ്റ്ലി ഞാൻ വിചാരിക്കാത്തൊരു ട്രാക്കിലേക്ക് പോകുന്നത്. കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഐ തോട്ട് ലൈക്ക് ഐ ഷുഡ് ഹാവ് എൻ ഇൻകം. എനിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ്. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഏഷ്യനെറ്റിലൊരു കമ്പയറിങ് ചെയ്യാൻ ഒരാൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞതും ഞാൻ പോയതും. എന്തോ പിന്നെ തലയിലെടുത്ത് തന്നെയാണ് ഞാൻ ഒരു VJ ആയത്. അല്ലാതെ ഐ വാസ് നോട്ട് ദാറ്റ് ടാലൻറ്റഡ് ഓർ ഐ വാസ് നോട്ട് ദാറ്റ് ഗുഡ് ലുക്കിംഗ് ഒന്നുമല്ല. പിന്നെ എൻ്റെ ഒരു വിഷനും അതൊന്നും ആയിരുന്നില്ല. പിന്നെ അതിനെക്കാട്ടിലും കൂടുതൽ എൻ്റെ അതേപോലെ തന്നെ 18 വയസ്സിൽ ഞാൻ കമ്പയറിങ് തുടങ്ങിയപ്പോൾ അതേപോലെ എൻ്റെ ഉള്ളിലുള്ള ഒരു ഇതായിരുന്നു ഒരു ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യണം.
ഐ ഡോണ്ട് നോ വേർ ഇറ്റ് കെയിം ഫ്രം. കാര്യം എൻ്റെ അച്ഛനും അമ്മയും ടീച്ചേഴ്സാണ്. ഒരാൾക്കും എനിക്കും വരയ്ക്കാനൊക്കെ അറിയാം, ഈ ബയോളജിയിൽ വരയ്ക്കുന്നതൊക്കെ അല്ലാണ്ട് അങ്ങനെ ഒരു തോട്ടൊന്നും ഇല്ലായിരുന്നു, അതൊന്നും പഠിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇറ്റ് ഹാപ്പൻഡ് ഇൻ വെൻ ഐ വാസ് 21 ഞാൻ ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്തു. അതും ഏർലി സ്റ്റേജിലായിരുന്നു. എവിടെയോ ഒരു കലാകാരി എന്ന് പറയാനുള്ളത് ഐ വാസ് എ ഡാൻസർ, ക്ലാസിക്കൽ ഡാൻസറാണ്. കുഞ്ഞിനെ മുതലേ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. ആ ഒരു കലയല്ലാണ്ട് വേറൊരു കലാകുടുംബത്തിലെയോ അല്ലെങ്കിൽ ഒന്നും എങ്ങനെയൊക്കെയോ ആയി എന്നുള്ളതാണ്. ആ ടൈമിൽ ഫിനാൻഷ്യൽ അൺസർട്ടനിറ്റീസ് ഉണ്ടായിരുന്നു ഈ ഒരു ഫീൽഡിൽ? പേയ്മെൻറ്റ്സ് ഒക്കെ പ്രോപ്പറായിരുന്നോ അങ്ങനെയൊക്കെ? അതൊരു അന്നും ഇതൊരു കരിയറായിട്ട് ഓക്കെ ചൂസ് ചെയ്യാമെന്നൊരു ഇതായിരുന്നു? യെസ്, ദ പേയ്മെൻറ്റ് വാസ് വെരി പ്രോപ്പർ. പിന്നെ ഏഷ്യാനെറ്റ് മാത്രമേ അന്ന്, ഏഷ്യാനെറ്റ് മാത്രം എന്നല്ല, ഏഷ്യാനെറ്റ് ആണല്ലോ അപ്പം അന്ന് ബൂമിങ് ആയിട്ടുള്ളൊരു ചാനൽ. സോ എനിക്ക് ഈ ക്യാമറ, ലൈറ്റ്സ് ഇതെല്ലാം എന്തോ ഒരു ഭ്രമം അന്നേ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് വന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ഡാൻസ് ചെയ്തുകൊണ്ടൊക്കെ ഒരുപാട് സ്റ്റേജസ് ഡാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്കൊരു ക്യാമറ ഫിയർ ഇല്ലായിരുന്നു. അതാണ് ആ സൈഡിനെ കുറിച്ച് പറയാനുള്ളത്. രണ്ടാമത് പ്രോപ്പർലി പെയ്ഡ് ആയിരുന്നു. പക്ഷേ ഇതാണോ എൻ്റെ കരിയറെന്ന് നോ, ഐ ഡോണ്ട് തിങ്ക്. ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നില്ല. ബിക്കോസ് നമുക്ക് അങ്ങനെ അങ്ങ് കാശുണ്ടാക്കാൻ പറ്റുന്ന ഒരു അത്രയും ഒരു ഇൻകമൊന്നും അതിലില്ലായിരുന്നു. സോ ദാറ്റ് വാസ് വൈ ഐ സ്റ്റാർട്ടഡ് എ ബുട്ടീക്ക്. കല്യാണം 18 ഇയേഴ്സിൽ കഴിഞ്ഞു അല്ലേ? കല്യാണം കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ആക്ച്വലി ലൈഫ് ചേഞ്ച് ആയത്? ഈവൻ വർക്ക് ചെയ്യാനും അതിന് ശേഷം പറ്റിയിരുന്നോ? ഐ ഹാഡ് ഫുൾ ഫ്രീഡം. കാര്യം ഞാൻ പഠിക്കുകയായിരുന്നു. ഞാൻ അജിത്തിൻ്റെ കല്യാണം കഴിച്ചപ്പോൾ ഞാൻ LLBയിൽ സെക്കൻഡ് ഇയർ ആയിരുന്നപ്പോഴാണ്, അതായത് 5 ഇയർ കോഴ്സിൻ്റെ സെക്കൻഡ് ഇയർ ആയിരുന്നപ്പോഴാണ് കല്യാണം കഴിച്ചത്. സോ അത് ഞാൻ നിർത്തിയിട്ട് ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു, BA, നോർമൽ BA. കാര്യം ഒരു ഫാമിലി ലൈഫിൽ പിന്നെ വലിയ എനിക്കെന്തോ എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണമെന്ന് പണ്ടേ ഇല്ലായിരുന്നു. അങ്ങനത്തെ ഒരു മോഹമൊന്നും എനിക്കില്ലായിരുന്നു. ഐ വാസ് ടോട്ടലി ഡിഫറെൻറ്റ്. എൻ്റെ ചേട്ടനൊക്കെ അങ്ങനത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കില്ലായിരുന്നു. അപ്പം കല്യാണം കഴിഞ്ഞപ്പോൾ പഠിക്കുകയും വേണം, എന്തെങ്കിലും ഒരു പൊസിഷനിൽ എത്തണം. ബട്ട് എന്ത് ചെയ്യാനും ഫ്രീഡം ഉണ്ടായിരുന്നു. അജി വാസ് സച്ച് എ പേഴ്സൺ, ലൈക്ക് അജിക്കും തിയേറ്ററായിരുന്നു, ഫിലിം തിയേറ്ററായിരുന്നു. അപ്പം എനിക്ക് കോമ്പയർ ചെയ്യാം, എനിക്ക് ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹി വാസ് വിത്ത് മീ. ഒരു കാര്യം ഒഴിച്ച് അഭിനയിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് ഞാൻ ബ്രേക്ക് ചെയ്തു പിന്നെ അജിയുടെ മരണത്തിന് ശേഷം. പക്ഷേ ബാക്കി എല്ലാ ഫ്രീഡവും ഉള്ള ഒരു വീട്ടിലാണ് ഞാൻ ചെന്നത്. അപ്പം അതേപോലെ തന്നെ വളരെ ഏർലി ഏജിലാണ് ഹസ്ബൻഡ് മരിച്ചതും. അപ്പോൾ ആ ഒരു ഇതെങ്ങനെ കോപ്പപ്പ് ചെയ്ത്? എല്ലാവർക്കും ഇമോഷണൽ ലോസ് എല്ലാവർക്കും അറിയുണ്ടാവും. അതെന്തായാലും നമുക്ക് അത് നികത്താൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ ഒരു ഫിനാൻഷ്യൽ പെർസ്പെക്റ്റീവിൽ വരുമ്പം എങ്ങനെയാണ് ചേച്ചി അതിന് പ്രിപ്പയർ ചെയ്തത്? അതൊരു വലിയ കഥയാണ്. ഞാൻ ചെറുതായിട്ട് പറയാം. ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ തന്നെ ഞാൻ ദേവി എന്നൊരു വീഡിയോ ഞാൻ തന്നെ പറയുന്നുണ്ട് എല്ലാ ആഴ്ചയും, ഒരു മെൻ്റൽ അവയർനെസ്സിനെ കുറിച്ച്. അജിത്തിന് കൂടെ ഒരിക്കലും സപ്പോർട്ടീവ് ആയിരുന്നില്ല ഞാൻ ഈ സിനിമ ചെയ്യാൻ. ഐ വാസ് ടോട്ടലി എഗെയിൻസ്റ്റ് ഇറ്റ്. കാര്യം സ്ക്രാച്ചിൽ നിന്നൊരു സിനിമ ചെയ്യാൻ തുടങ്ങുക, ഒന്നും അറിഞ്ഞൂടാത്ത ഒരാൾ സിനിമയെക്കുറിച്ച്. സിനിമ തിയേറ്റർ നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് സിനിമ ചെയ്യാൻ പറ്റില്ലല്ലോ. ബട്ട് ഹി ഡിഡ്ന്റ് ലിസൺ ടു മീ. പിന്നെ കൂടെ നിൽക്കുക എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ, സെക്കൻഡ് ഓപ്ഷൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാനും കൂടെ നിൽക്കാം. ഫിനാൻഷ്യൽ ലോസ് വാസ് എ ബിഗ് ഇഷ്യൂ. അതൊരു വല്ലാത്തൊരു ലോസ് തന്നെയായിരുന്നു. ഇപ്പോൾ ആൾ പോവുകയും ചെയ്തു, സിനിമ ഒരു സ്ഥലത്തും എത്തിയതുമില്ല, വീട് വിൽക്കേണ്ടി വന്നു. ഗോൾഡൊക്കെ ഞാൻ ടു ബി വെരി ഓണസ്റ്റ് മിക്കവാറും വൈകിട്ടാകുമ്പം ചെറിയ എന്തെങ്കിലും ഗോൾഡ് കൊണ്ട് വിൽക്കേണ്ടി വരും. ബിക്കോസ് ഹി ഡിഡ്ന്റ് നോ ലൈക്ക് അജിക്ക് എന്താണ് ഈ സിനിമ. ഒരു കൺട്രോളർ പറയാണ് ഇത്ര രൂപ വൈകിട്ട് വേണം, ഹീൽ ഇമ്മീഡിയറ്റ്ലി ഗിവ് ഇറ്റ്. അതൊന്നും റീച്ചയ്ക്കോ ഒന്നും അറിയില്ല. ഒരു പാവം കുട്ടിയായിരുന്നു തോന്നുന്നു അജി വളരെ ഒരു ശുദ്ധനായിരുന്നു. അപ്പം ഒരുപാട് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ഈ സിനിമയിൽ. അത് ആരാണെന്നൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. 27-28 വർഷമായി ഒരുപാട് പറ്റിക്കപ്പെട്ടു. കാര്യം അന്നത്തെ ഒരു സിനിമ 74 ലക്ഷം രൂപ ആവുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇമ്പോസിബിൾ. അതിൻ്റെ ആവശ്യമില്ല, അത്രയും ആവേണ്ട ആവശ്യമില്ല. സോ എവിടേക്കോ പറ്റിക്കപ്പെട്ടു. അറിഞ്ഞൂടാത്ത 2 പേർ ചേർന്ന് നിർമ്മിച്ചു. ഇപ്പോൾ കാണുമ്പോൾ സിനിമ നല്ലതാണ്, പക്ഷേ ഫിനാൻഷ്യൽ ലോസ് ഈ പറഞ്ഞതുപോലെ അതൊരു ലോസ് തന്നെയാണ്. മറ്റത് നമുക്കിങ്ങനെ ഇടയ്ക്ക് ഓർക്കുമ്പം അജി മരിച്ചു പോയല്ലോ എന്നുള്ള വിഷമം ഒബ്വിയസ്ലി എപ്പോഴും ഉണ്ടാവും. പക്ഷേ ഫിനാൻഷ്യൽ ലോസ് ലക്ഷങ്ങൾ തന്നെ പോയി. എൻ്റെ വീട്ടിലെ ആൾക്കാർക്കും പോയി, അജിത്തിൻ്റെ വീട്ടിലെ അവർക്കും തിയേറ്റർ വിൽക്കേണ്ടി വന്നു.
ദാറ്റ് വാസ് എ ബിഗ് ലോസ്. അത് ചേച്ചി എങ്ങനെയായിരുന്നു അത് ലൈക്ക് ഓവർകം ചെയ്തത്? അത് കഴിഞ്ഞിട്ട് പിന്നെ ഓബ്വിയസ്ലി ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടാവുമല്ലോ, ആള് ഇല്ലാത്തതിൻ്റെ ഒരു സ്ട്രഗിൾ ഉണ്ടാവും. അപ്പം ചേച്ചി അതിന് വേണ്ടി എങ്ങനെ പ്രിപ്പയർഡ് ആയത്? ഐ വാസ് ലൈക്ക്, ഞാൻ അജിയെ ഡിപ്പെൻഡ് ചെയ്തൊരു വ്യക്തിയായിരുന്നില്ല. അച്ഛനെയും അമ്മയും അജിയെയും ഡിപ്പെൻഡ് ചെയ്തൊരു വ്യക്തിയായിരുന്നില്ല. ഐ ഹാഡ് എ ബുട്ടീക്ക്. അത് തൊട്ട് കളിക്കാൻ ഞാൻ ആരെയും സമ്മതിച്ചിട്ടില്ല. സോ ആൻഡ് ഐ വാസ് എ പേഴ്സൺ ലൈക്ക് പബ്ലിക്കിനെ പേടിയല്ല ഉണ്ടോയെന്ന് ചോദിച്ചാൽ പേടിയില്ല. ഐ വാസ് ലീസ്റ്റ് ബോതേർഡ് അബൌട്ട് അതേഴ്സ്. എനിക്ക് സംഭവിച്ചത് എൻ്റെ മാത്രം ലോസാണ്, എനിക്കും എൻ്റെ മോക്കും. അപ്പം മോക്ക് 3.5 വയസ്സേ ഉള്ളൂ. അപ്പം ഐ ഹാവ് ടു മൂവ് ഫോർവേഡ്. എനിക്ക് ആ സമയത്ത് മെൻ്റലി ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി. ഹിസ്റ്റീരിയ, ബൈപ്പോളാർ, അങ്ങനെ ഒത്തിരി മെൻ്റൽ ഇൽനെസ് വന്ന് 3 മാസം ഞാൻ ബോധമില്ലാതെ കിടന്ന്. ബട്ട് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടാവും, ഇനി ഒന്നും ചെയ്യരുത് അല്ലെങ്കിൽ ഇനി. പക്ഷേ എനിക്ക് അന്നേ അറിയാം, ഇന്നുള്ള ആൾക്കാർ പറയും പോലെ പൈസ ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. സോ എനിക്ക് ഒന്നും തിരിഞ്ഞ് നോക്കിയില്ല. ഞാൻ വീണ്ടും കമ്പയർ ചെയ്തു, സ്റ്റേജ് ഷോസ് ചെയ്തു തുടങ്ങി, ദുബായിൽ പോയി അവിടെ വർക്ക് ചെയ്തു 3 വർഷം. ആൻഡ് ബുട്ടീക്ക് വാസ് ഓൾസോ റണ്ണിങ് സംഭവം. ഐ ഡോണ്ട് നോ, ഞാൻ ജോലി ഇതൊക്കെയായിരുന്നു. ഇറ്റ് വെന്റ്. നമുക്ക് തനിയൊരു സ്ട്രെങ്ത്, ആ സ്ട്രെങ്ത് എല്ലാവർക്കും വരണമെന്നില്ല. എനിക്ക് ഭയങ്കര ഇപ്പോഴും എനിക്ക് അങ്ങനത്തെ കാര്യത്തിൽ ഇങ്ങനെ ഭയങ്കര ആൾക്കാരെ വിചാരം എനിക്ക് ഭയങ്കര ജാടയാണെന്നാ. ഇത് ജാടയല്ല. ജാട, അഹങ്കാരം, അഹംഭാവം, തൻ്റെടി, ഇതൊന്നുമല്ല ഇതിൻ്റെ വാക്ക്. ഇതിൻ്റെ വാക്ക് നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ മുമ്പോട്ട് പോയേ പറ്റുള്ളൂ. അതിന് ആരോ പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്, വെള്ള സാരിയെ കൊടുത്ത് വീട്ടിൽ ഇരുന്ന് കൂടെയെന്ന്. വെള്ള സാരി കൊടുത്തിരുന്നാൽ അവർ കൊണ്ട് തരുമോ എന്തേലും? ഒന്നുമില്ല. പിന്നെ അജി മരിക്കാൻ വേണ്ടി കാത്തിരുന്നു, അവൾ വീണ്ടും ഇറങ്ങി തുടങ്ങി. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കാര്യം ആരും ഒന്നും കൊണ്ട് തരില്ല. സോ ഐ വാസ് ഓൾവേസ് എ പേഴ്സൺ ഹു ഡസൻറ്റ് ലൈക്ക് ടു ഡിപ്പെൻഡ് ഓൺ എനി വൺ. സോ അതൊരു സ്ട്രെങ്ത്ത് എനിക്ക് പണ്ടേ കുഞ്ഞിലേ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് എന്നെ ഡ്രൈവ് ചെയ്തത്. ചേച്ചിയുടേതായിട്ടുള്ള രീതിയിൽ സേവിങ്സോ അങ്ങനത്തെയൊക്കെ ചെയ്തിരുന്നോ? പിന്നെ അതിന് ശേഷം അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയതിന് ശേഷം ചേച്ചി ഇതിന് വേണ്ടി ചെയ്തിരുന്നു? യെസ്, ഓഫ് കോഴ്സ്. കാര്യം എൻ്റെ മോളുടെ കല്യാണം 4 വർഷം മുമ്പാണ് കഴിഞ്ഞത്. എൻ്റെ മോള് പഠിച്ചത് SRM എഞ്ചിനീയറിംഗ് കോളേജിൽ, ബെസ്റ്റ് കോളേജസിലാണ് പഠിച്ചത്. SRM എഞ്ചിനീയറിംഗ് കോളേജ് ചെന്നൈ. അത് കഴിഞ്ഞിട്ട് MS ചെയ്തത് ഇറ്റലിയിലായിരുന്നു, മിലാനിലായിരുന്നു. അതിനൊക്കെ ഒത്തിരി പൈസ വേണമായിരുന്നു. സോ ഐ യൂസ് ടു സേവ് എ ലോട്ട്. ഇപ്പം ഈവൻ ഞാൻ തന്നെയാണ് കാറ് മേടിച്ചത്, ഞാൻ തന്നെ കുറച്ച് പ്രോപ്പർട്ടി മേടിച്ചിട്ടുണ്ട്. പിന്നെ മോളെ പഠിപ്പിച്ച് കല്യാണം കഴിപ്പിച്ച് വിടുക എന്ന് വരെ, ആ കടമ്പ വരെയും അച്ഛനും അമ്മയും കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയേയില്ല. കാര്യം അച്ഛനും അമ്മ, ഒരു ബ്രദറേ എനിക്കുള്ളൂ, എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഐ യൂസ് ടു സേവ്. ഇപ്പോൾ ഈ സ്വർണ്ണത്തിൻ്റെ വിലയെക്കുറിച്ച് ആൾക്കാർ ഇപ്പോൾ പറയുമ്പോൾ ഞാനെപ്പോഴും പറയും, അന്ന് ഞാൻ ദുബായിൽ 3 വർഷം വർക്ക് ചെയ്തിരുന്നു. ദെൻ ഇറ്റ് വാസ് ലൈക്ക് 10,500 ഒരു പവന്. സോ എന്താണ് പറയുക, ഞാൻ വെറുതെ കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ കുറേ മേടിച്ചു. എല്ലാ മാസവും സാലറി കിട്ടുമ്പോൾ മേടിച്ച് വയ്ക്കുമായിരുന്നു. നല്ല സാലറി ആയിരുന്നു എനിക്ക്. അപ്പം ഞാൻ മേടിച്ച് വയ്ക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഭാവിയിൽ മോളുടെ കല്യാണമൊക്കെ എത്തിയപ്പോഴത്തേക്ക് യൂസ്ഫുള്ളായി. ആൻഡ് ഐ വാസ് എ പേഴ്സൺ ലൈക്ക് ഒരുപാട് സേവ് ചെയ്ത് വെച്ചിട്ട് അതിലിങ്ങനെ അയ്യോ എനിക്കിത്രയും ഉണ്ടല്ലോ എന്ന് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. സേവിങ്സ് ആവശ്യമാണ്, ബട്ട് ഐ യൂസ് ടു എൻജോയ് മൈ ലൈഫ്. നോ റിഗ്രറ്റ്സ്. എനിക്കിഷ്ടമുള്ള എല്ലാ ഡ്രസ്സും ഞാൻ മേടിച്ചിട്ടുണ്ട്, ഇഷ്ടമുള്ള എല്ലാ രാജ്യത്തും പോയിട്ടുണ്ട്, ആഹാരം കഴിച്ചിട്ടുണ്ട്. സോ ലൈക്ക് ഫുൾഫിൽഡ് ഒരു ലൈഫാണ് എൻ്റെ. മോള് അതിന് ശേഷം എന്തൊക്കെയായിരുന്നു? ഇപ്പം ഹസ്ബൻഡ് മരിച്ചപ്പം കുറേ ആൾക്കാർ ചിലപ്പം അവർ വിഡ്രോ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അവർക്ക് ഇനി ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യേണ്ടി വരുമോ എന്നുള്ളൊരു സ്ട്രെസ്സ്. പിന്നെ മോളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീലിംഗ് തോന്നിയിട്ടുണ്ടോ ചേച്ചിക്ക്? ആൾക്കാർ പേടിച്ചിരുന്നു വരാൻ എന്നുള്ള? ഒരിക്കലും തോന്നിയില്ല. കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ദേവി അജിത്ത് എന്നൊരു ക്യാരക്ടർ അഹംഭാവമൊന്നും അല്ലെങ്കിലും ഞാൻ ആരെയും ശ്രദ്ധിക്കാത്തൊരു വ്യക്തിയാണ്. അവരെന്ത് ചെയ്യുന്നോ അല്ലെങ്കിൽ അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നോ, അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നോ, ഐ നെവർ എവർ ഒരു പ്രാവശ്യം പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്നെ ഇപ്പം ഓക്കെ, ഞാനൊരാൾ സംസാരിക്കുന്നത് പോലും ഐ ഡോണ്ട് ടോക്ക് അബൌട്ട് മൈ ഫിനാൻഷ്യൽ ഒരു കാര്യവും ഞാൻ സംസാരിക്കാറില്ല ആരെടുത്തും. പിന്നെ ഈ ഇടയ്ക്കാണ് അന്നിപ്പോൾ മോളെ, കാര്യം എൻ്റെ അച്ഛനും അമ്മയും വാസ് വെരി സ്ട്രോങ്, നല്ല ഞങ്ങൾ റിച്ച് ഫാമിലിയുടെ ആണ്. അപ്പം ആർക്കും അങ്ങനെ ഒരു ഇതൊന്നും ഉണ്ടാവില്ല, കാര്യം എനിക്ക് പൈസയുടെ ആവശ്യം വരുമെന്ന്. പക്ഷേ ഇൻ മൈ മൈൻഡ് ഐ വാസ് സ്ട്രഗ്ലിങ് ടു മേക്ക് മണി. പക്ഷെ വെളിയിലുള്ള ഒരാൾക്ക് ഒരിക്കലും എൻ്റെ അടുത്ത് വരാതിരിക്കില്ല. കാര്യം നല്ലൊരു റിച്ച് ആയിട്ടൊരു കുടുംബത്തിലാണ് ഞാൻ ജീവിച്ചത്.
സോ അവിടെ പൈസയുടെ ഒരു പ്രശ്നം വരുന്നില്ല. പക്ഷെ ഇൻസൈഡ് മീ ഐ വാസ് സ്ട്രഗ്ലിങ്. കാര്യം അവരെ ആരും ഡിപ്പെൻഡ് ചെയ്യാതെയാണ് ഞാൻ ജീവിച്ചത്. പിന്നെ ഈ ചോദ്യം മനസ്സിലായ ഒരു സമയമുണ്ട് എനിക്ക്. അതായത് 2024 എനിക്ക് സീഷർ വന്നായിരുന്നു. 2 പ്രാവശ്യം എനിക്ക് സീഷർ അറ്റാക്ക് വന്നു. അപ്പം കുറച്ചൊരു ബ്രേക്ക് എടുത്തു ഞാൻ അഭിനയത്തിൽ നിന്ന്. അന്ന് ഈ പറഞ്ഞത് അനു ചോദിച്ചത് എക്സാക്ട്ലി. ഒരു മനുഷ്യൻ എൻ്റെ ഫോൺ എടുക്കാതായി. നോട്ട് ഈവൻ ഫോൺ എടുക്കാതെ മാത്രമല്ല, ഞാൻ വിളിച്ചിട്ട് പൈസ ചോദിക്കുമോ, അതായത് ഇപ്പം എനിക്ക് അഭിനയിക്കുന്നില്ല ഞാൻ, അപ്പം ഫിനാൻഷ്യലി പ്രോബ്ലം ഉണ്ടാവും. മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കും, അച്ഛൻ മരിച്ചു, അപ്പം നമ്മുടെ അടുത്ത് വല്ലതും ചോദിക്കുമോ, അങ്ങനെ പലരും എന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, അറിയോ. സോ അപ്പം ഇതെനിക്ക് തമാശയായിട്ട് പറയാം. കാര്യം ഇത് ഞാൻ പണ്ടും ചോദിക്കാത്തത് കൊണ്ട് അവരാരും ഇപ്പം ഞാൻ ചോദിച്ചു എന്നല്ല, അവർക്ക് പേടിയുണ്ടായി ഞാൻ ചോദിക്കുമോ എന്ന്. അപ്പോൾ ഐ ഫെൽ ലാഫിങ് ലൈക്ക്, കാര്യം ജീവിതത്തിൽ ഞാൻ ചോദിച്ചിട്ടില്ല ആരോടും, ഇനിയും ചോദിക്കില്ല. ബട്ട് ഹൗ ക്യാൻ പീപ്പിൾ ബിഹേവ് ലൈക്ക് ദിസ്? അല്ല, ഹൗ ക്യാൻ പീപ്പിൾ ബിഹേവ് ലൈക്ക് ദിസ്? നല്ലൊരു ഫ്രണ്ട് ഒരു ആപത്ത് വരുമ്പോഴത്തേക്ക് അവർ ഫോൺ വിളിക്കുമ്പോൾ പൈസയ്ക്കാണോ എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ ഞാൻ ആ തിരക്കിലാണെന്ന് പറയുക, പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ബ്ലോക്ക് ചെയ്യുക. വാട്ട് എ സ്റ്റുപ്പിഡ് വേൾഡ് ഇറ്റ് ഈസ്. നമുക്ക് ഇപ്പോൾ പാരൻസ് ടീച്ചേഴ്സ് ആയിരുന്നല്ലോ രണ്ടുപേരും, അപ്പം ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിരുന്നു വീട്ടിൽ, അങ്ങനെ സ്ട്രിക്റ്റ് ആയിരുന്നു? ഒട്ടുമല്ല. കാര്യം ഞാൻ അച്ഛൻ്റെ പെറ്റായിരുന്നു. സ്ട്രിക്റ്റ് ഇൻ ദ സെൻസ് ലൈക്ക് ഒരു ഹിന്ദു ഓർത്തഡോക്സ് സംഭവം ഉണ്ടായിരുന്നെങ്കിലും അച്ഛൻ വാസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഞാൻ മിനി സ്കേർട്ട്, മൈക്രോ സ്കേർട്ട്, ഷോർട്സ്, ജീൻസ്, എപ്പോഴും എൻ്റെ വേഷം അതൊക്കെ തന്നെയാണ്. ഇതൊന്നും അച്ഛൻ തന്നെ മേടിച്ചു തരാറുണ്ട്. അച്ഛൻ്റെ സ്കൂട്ടറിൽ ഇരുന്ന് ഈ കുട്ടി സ്കേർട്ടൊക്കെ ഇട്ട് തന്നെയാണ് ഞാൻ പുറത്ത് പോയിട്ടുള്ളതും. അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ പൈസയൊക്കെ തരുമായിരുന്നു ആവശ്യത്തിന്? ഞാൻ പറഞ്ഞില്ലേ, 18 വയസ്സ് വരെ നമ്മളെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ നമ്മൾ നോക്കി. എനിക്ക് ഇഷ്ടമുള്ള എന്തും, ഈ സ്വർണ്ണക്കരണ്ടിയിൽ ജനിക്കാന്നൊക്കെ പറയില്ലേ, എന്തും മേടിച്ചു തരും. ആഫ്റ്റർ ദാറ്റ് ഐ നെവർ ടോൾഡ് ദം ഐ നീഡ് മണി. അവരെപ്പോഴും തരാൻ റെഡി ആയിരിക്കും, പക്ഷേ ഐ ഹാവ് നെവർ ആസ്ക്ഡ് ദം ഫോർ മണി. സോ മോൾ അതിന് ശേഷം മോളെയും അത് ഒരു പൈസയുടെ വാല്യൂ ഒക്കെ പഠിപ്പിച്ചിരുന്നോ? മോളും ഒന്നും അറിഞ്ഞില്ല. കാര്യം ഇത്രയും നല്ലൊരു വീട്ടിൽ എല്ലാ സുഖ സൗകര്യങ്ങളോടെയാണ് മോള് വളർന്നത്. എൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാര്യം എൻ്റെ ഹിസ്റ്റീരിയ, എൻ്റെ മെൻ്റൽ പ്രോബ്ലംസും, എൻ്റെ ആൽക്കഹോളും മരുന്നുമായിട്ടുള്ള പ്രോബ്ലംസും, ആ വീട്ടിൽ ഞാൻ കരയുന്നതും, അങ്ങനെ കുറേ ട്രോമാസ് മോക്കുണ്ടായിരുന്നു. അതല്ലാണ്ട് ഫിനാൻഷ്യലി ഞങ്ങൾ ആരും ബോധേഡ് അല്ലായിരുന്നു. കാര്യം ഞാൻ നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു വർക്ക് ചെയ്ത്. അപ്പോൾ മോക്ക് എൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും എല്ലാം കിട്ടുമായിരുന്നു. അച്ഛനും അമ്മയും എന്തും കൊടുക്കാൻ റെഡി. എൻ്റെ ബ്രദറാണെങ്കിലും വാട്ട് എവർ ഷീ വാണ്ട്സ് ഷീൽ ഗെറ്റ്. അപ്പോൾ പിന്നെ അവിടെ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം എൻ്റെ ലൈഫിൽ മീൻസ് എൻ്റെ വീട്ടിൽ അങ്ങനെ വന്നിട്ടില്ല. ചേച്ചിക്ക് എന്താ തോന്നിയിട്ടുള്ളത്? നമ്മൾ ആ കുട്ടികളെ അങ്ങനെ വളർത്തണോ, ലൈക്ക് നമ്മളെല്ലാം കൊടുത്ത് അങ്ങനെ എല്ലാം ചെയ്ത് വളർത്തണം എന്നാണോ തോന്നിയിട്ടുള്ളത്? അതോ ലൈക്ക് അവർ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അറിഞ്ഞ്, അപ്പം എല്ലാവർക്കും പല തരത്തിലുള്ള പെർസ്പെക്റ്റീവ് ആയിരിക്കുമല്ലോ. പിന്നെ ഇപ്പോഴൊക്കെ ഒരു കുട്ടിയൊക്കെ കാണുള്ളൂ എല്ലാവർക്കും, അപ്പം എല്ലാം കൊടുത്ത് ഇതാണ്. അപ്പോൾ അവർ ഫൈനലി ഒരു റിയാലിറ്റിയിലേക്ക് വരുമ്പം അവർക്ക് എന്തെങ്കിലും ഒരു ഇത് വരുമ്പം അവർക്കത് ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതിന് എക്സാമ്പിൾ എൻ്റെ മോള് തന്നെയാണ്. കാര്യം 3.5 വയസ്സിൽ അച്ഛൻ മരിക്കുന്നു, ഒന്നും അറിയില്ല ആ കുട്ടിക്ക്. അച്ഛനില്ല, അച്ഛൻ വരുമോ എന്നൊക്കെ ചോദിക്കുന്ന സിനിമയിൽ കാണുന്നത് പോലെ തന്നെയാണ്. പക്ഷേ എൻ്റെ മോക്ക് എല്ലാം ഉണ്ടായിരുന്നെങ്കിലും ദർ വാസ് എ ലിമിറ്റ് ഫോർ എവറിത്തിങ്. അല്ലാതെ തോന്നുന്നതെല്ലാം മേടിച്ചു കൊടുക്കുക. ഷീ യൂസ് ടു ഗോ ഇൻ സ്കൂൾ ബസ്, അല്ല വേണമെങ്കിൽ കാറിൽ കൊണ്ടുവിടാം, തിരിച്ചു കൊണ്ടുവരാം, എല്ലാം അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം. അങ്ങനെയൊന്നുമല്ല, സ്കൂൾ ബസ്സിൽ പോവും, സ്കൂൾ ബസ്സിൽ തിരിച്ചു വരും. ലൈഫൊക്കെ സാധാരണ ലൈഫേ കൊടുത്തിട്ടുള്ളൂ. എന്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്നു, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമായിരുന്നു. പക്ഷേ ആസ് യു സെഡ്, അങ്ങനെയല്ല വളരേണ്ടത്. കുറച്ചൊക്കെ അറിയണമല്ലോ. സൈക്കിൾ ചവിട്ടാൻ ഞാൻ പഠിപ്പിച്ചു, സ്കൂട്ടർ ഓടിക്കാൻ ഞാൻ പഠിപ്പിച്ചു. മീൻസ് സൈക്കിൾ ചവിട്ടിയാണെങ്കിലും സ്കൂളിൽ പോകണം, നടന്ന് സാധാരണ ബസ്സിൽ കയറില്ല എന്ന് പറയും ചിലർ. സ്കൂൾ ബസ്സിലല്ല, അയ്യോ എനിക്ക് സാധാരണ ബസ്സിൽ കയറാൻ പറ്റില്ല. ഞാൻ അതൊക്കെ മനഃപൂർവ്വം ചെയ്യിപ്പിക്കണമല്ല, അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ മോള് ഫിനാൻഷ്യലി എല്ലാം ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടാണ് വളർന്നത്, ഞാൻ സ്ട്രഗിൾ ചെയ്തത്. അപ്പം എൻ്റെ മോക്കൊരു മൊബൈൽ കിട്ടുന്നത് 12th കഴിഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിച്ചു കൊടുത്തത്. അതുവരെ ഷീ നെവർ ആസ്ക് ഫോർ ഇറ്റ്, ബിക്കോസ് നമ്മുടെ വീട്ടിൽ അങ്ങനെ സിസ്റ്റമൊന്നും അല്ലായിരുന്നു. ഉള്ളത് വെച്ച് അല്ല ഇതൊക്കെ മതി. മൊബൈൽ 8ാം ക്ലാസ്സിൽ ചോദിച്ചു, 9ാം ക്ലാസ്സിൽ ചോദിച്ചു, നോ സമയമാകുമ്പോൾ ഞാൻ മേടിച്ചു തരും. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും. പിന്നെ എൻ്റെ അച്ഛനൊക്കെ വളരെ ഡിസിപ്ലിൻഡ് കുറച്ച് ലൈഫായിരുന്നു.
അമ്മ പ്രത്യേകിച്ചും അമ്മ കോളേജ് പ്രൊഫസറായിരുന്നു. അമ്മയായിരുന്നു വീട്ടിൽ ഫിനാൻസസ് ഒക്കെ കൂടുതൽ മാനേജ് ചെയ്യുക അങ്ങനെ? അങ്ങനെയില്ല, അമ്മയും കോളേജ് പ്രൊഫസർ, അച്ഛൻ്റെ ഇത്. ഞാൻ എൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ഒന്നും ഒരിക്കലും ഞങ്ങൾക്ക് വേണ്ടി വന്നിട്ടില്ല. പക്ഷേ എൻ്റെ മോള് എന്താണെന്നറിയില്ല, എൻ്റെ മോള് വളരെ ഫൈനാൻസ് മാനേജ് ചെയ്യാൻ അറിയാവുന്ന, വളരെ എന്നെക്കാട്ടിലും വളരെ ഷാർപ്പായിട്ട് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടിയായിട്ടാണ് വളർന്നത്. മേ ബി എൻ്റെ ട്രോമാസ് കണ്ടിട്ടാണ്, ഇത് ഫിനാൻഷ്യൽ കണ്ടിട്ടല്ല. അതായത് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, അങ്ങനെയൊന്നും ആവാൻ പാടില്ല, നമ്മൾ കുറച്ചുകൂടി സ്ട്രോങ് ആവണം, ഒന്നിലും വീഴാൻ പാടില്ല എന്ന് എന്നെ കണ്ട് പഠിച്ചു. അങ്ങനെ പിന്നെ പുറത്തൊക്കെയാണ് പഠിച്ചത്. സോ ഇൻ ദാറ്റ് വേ ഷീ ഈസ് എ വെരി സ്ട്രോങ് വിമൻ. മേ ബി എന്നെ കണ്ട് പഠിച്ചത് കൊണ്ടായിരിക്കും. പിന്നെ അല്ലാതെ തന്നെ ഒരു കുട്ടിക്ക് ഒരു ഇൻബിൽഡ് ഒരു സ്വഭാവം ഉണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ട് ഷീ ഈസ് എ വെരി സ്ട്രോങ് വുമൻ, മച്ച് ബെറ്റർ ദാൻ മീ. ഇപ്പം ബിസിനസ്, ആങ്കറിങ്, അങ്ങനെ കുറേ ആക്ട്രസ്, അപ്പോൾ കുറേ ഏരിയാസ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഏതിലാണ് കുറേ കൂടെ സ്റ്റേബിൾ ഒരു ഇൻകമാണ്, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇത് ഒരു കുറച്ചുകൂടെ ഇത് ഉണ്ടെന്ന് തോന്നിയിട്ടുള്ളത്? എനിക്ക് കുറച്ച് നാളായിട്ട് തോന്നുന്നൊരു കാര്യം, എല്ലാവർക്കും ഒരു ഗവൺമെൻറ് ജോബ് വേണം എന്നാണ്. ഇറ്റ്സ് എ മസ്റ്റ് എന്ന് എനിക്ക് തോന്നി തുടങ്ങിയത് എനിക്ക് ഈ അസുഖം വന്നു തുടങ്ങിയപ്പോൾ. എൻ്റെ അമ്മയ്ക്ക് നല്ല പെൻഷനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇറ്റ്സ് വെരി ഗുഡ് ടു ഹാവ് എ ഗവൺമെൻറ് ജോബ്, പെൻഷനൊക്കെ ഉള്ള ഒരു ജോബ്. കാര്യം ഈ സിനിമ, സീരിയൽ ഇതൊന്നും ഒരു സ്റ്റഡി ഇൻകം അല്ലല്ലോ. സോ ഈ പഠിക്കാത്തവരെ കാണുമ്പോഴും ജോലിക്ക് പോകാൻ മടി കാണിക്കുന്നവരെ കാണുമ്പോഴും എനിക്ക് വെപ്രാളമാണ്. കാര്യം കുട്ടികളെ ജോലിക്ക് പോയാലേ ഒരു സ്ഥിരം ഇൻകം ഉണ്ടാവുള്ളൂ. അപ്പം ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യങ്ങളും സ്ഥിരം ഇൻകം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെതായ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, അതിൻ്റെതായ ടെൻഷൻസ് ഉണ്ട്. ഗവൺമെൻറ് ജോലിക്ക് പോകുന്നവർക്കും ഉണ്ടാവും. പക്ഷേ ഐ ഫീൽ ദർ ഇസ് സംതിങ് ലൈക്ക് നമ്മൾ ഒരു പ്രായമാകുമ്പോൾ നമുക്ക് ഇത്രയും പൈസ നമ്മുടെ പെൻഷനായിട്ട് വരും, നമുക്കൊന്ന് സാധാരണ ജീവിക്കാനെങ്കിലും എന്തെങ്കിലും ഉണ്ടാവുമെന്ന്. മറ്റത് നമുക്കറിയില്ല, നമുക്ക് എപ്പോൾ ഉണ്ടാവും, നമ്മളെപ്പോൾ ഔട്ടാവും. ഇപ്പം ഈ ബുട്ടീക്കും സംഭവമൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ ഇങ്ങനെ എത്ര പേര് നടത്തുകയാണ്. അത് വെരി ടഫ് കോമ്പറ്റീഷൻ. അവിടെയൊക്കെ ഒരു ഏജ് കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങളുണ്ടാവും. അപ്പം നമുക്കതൊക്കെ അത്രയും പണ്ട് ചെയ്തതുപോലെ ചെയ്യാൻ പറ്റുമോ ഒന്നും അറിയില്ലല്ലോ. സോ ഇറ്റ്സ് ബെറ്റർ ടു ബി സേഫ് ഇൻ സം വേ. ഇപ്പം ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ അതുപോലെ തന്നെ സെക്യൂർ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് വി ഷുഡ് ഹാവ്, ബിക്കോസ് അങ്ങനെയാണ് ഇപ്പോഴത്തെ ലോകം. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അപ്പം എങ്ങനെയാണ് ഫണ്ട് റേസ് ചെയ്തത്? എങ്ങനെയായിരുന്നു അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്? എനിക്ക് കുറച്ചൊക്കെ എനിക്ക് വലുതായിട്ട് ഞാൻ 20 വയസ്സിലാണ് തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. അപ്പം സംഭവം അജി കുറച്ച് സഹായിച്ചു. ഞാനും കോമ്പയർ ഉണ്ടായിരുന്നു. കോമ്പയറിങ്ങിൻ്റെ അന്നത്തെ പേയ്മെൻറ്റ് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഞാൻ വെറുതെ ഒരു വീട്ടിലൊരു പേപ്പറിൽ ആഡൊക്കെ കൊടുത്തു, ഒരു നല്ലൊരു മാസ്റ്റർ ഉണ്ടോ കട്ട് ചെയ്യാൻ ചോദിച്ചപ്പോൾ ഒരാളെ കിട്ടി എനിക്ക്. അങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിലിരുന്ന് ഞാൻ കുറേ ട്രാവൽ ചെയ്ത് ബസ്സിലൊക്കെ പോയി. ഞാൻ സൂരത്തും ചെന്നൈയിലൊക്കെ പോയി കുറച്ച് മെറ്റീരിയലൊക്കെ എടുത്ത് ഒരു എംബ്രോയിഡറി ചെയ്യാനൊരു പരസ്യം വീണ്ടും കൊടുത്തു. ഒരു ലേഡി വന്നു. അങ്ങനെ വീട്ടിലിരുന്നൊരു 10-100 പീസ് ഉണ്ടാക്കി. പിന്നെ കട എന്ന് പറയുന്നത് അച്ഛൻ്റെ സ്ഥലമായിരുന്നു, അച്ഛൻ്റെ കോളേജിനോട് ചേർന്ന ഒരു ബിൽഡിംഗ് ആയിരുന്നു. അപ്പോൾ റെൻറ്റിൻ്റെ ആവശ്യമില്ല എനിക്ക്, അതിനൊന്ന് റിനോവേറ്റ് എടുക്കണമെന്നുണ്ടായിരുന്നു. അത് ഞാനും ഹസ്ബൻഡും കൂടെ അങ്ങ് ചെയ്തു. സോ അന്ന് അതൊരു വലിയ റിസ്ക് ഒന്നും ആയിരുന്നില്ല, എല്ലാവരും ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എല്ലാവർക്കും എല്ലാവരും ഹാപ്പി ആയിരുന്നു. ഇൻ ദാറ്റ് ഏജ് ഐ എം സ്റ്റാർട്ടിങ് എ ബുട്ടീക്ക് ആൻഡ് ഓൾ. അന്ന് വലിയ ബുട്ടീക്ക് സംഭവമൊന്നും ഇല്ലല്ലോ. സോ എവരിബഡി വാസ് ഹാപ്പി ആൻഡ് വി ഹാഡ് മണി. അതിനൊക്കെ ഉള്ള പൈസ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്കത് ആലോചിക്കാൻ പോലും പറ്റില്ല ഒരു ബുട്ടീക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതും. ബട്ട് ഐ മീൻ ടു ഇറ്റ്. എനിക്ക് ലോൺ എടുക്കുന്ന ഇഷ്ടമല്ല. അത് അച്ഛൻ പഠിപ്പിച്ച വേറൊരു സംഭവമാണ്. ലോൺ എടുക്കണ്ട. പിന്നെ അല്ലെങ്കിൽ സ്വർണം പണയം വെച്ചും സ്വർണം വിറ്റും. ആക്ച്വലി സ്വർണം നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ആവശ്യത്തിന് പണയം വയ്ക്കാനും എല്ലാം തന്നെയാണ്. ബട്ട് സംഭവം എനിക്കൊരു സ്റ്റിഗ്മയുണ്ട് എവിടെയോ. എന്താ അച്ഛൻ പറഞ്ഞിട്ടില്ലേ ലോൺ എന്തുകൊണ്ട് എടുക്കണ്ടെന്നാ പറയാറില്ല? അല്ല, ലോൺ എടുത്താൽ നമുക്ക് സമാധാനമായിട്ട് എല്ലാ മാസവും അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ പ്രശ്നം. നമുക്കൊരു സ്മൂത്തായിട്ടുള്ള ലൈഫ് പോരെ, നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ പോരെ ജീവിക്കാൻ. നമുക്ക് ഈ ഒത്തിരി ആഗ്രഹങ്ങൾ വരുമ്പോഴാണല്ലോ എന്നാൽ പിന്നെ ലോൺ എടുത്ത് ചെയ്യാം, ലോൺ അടയ്ക്കാൻ പറ്റാതാവുമ്പോൾ. എൻ്റെ അച്ഛനൊന്നും അങ്ങനെ ടെൻഷൻ അടിച്ച് ഞാൻ കണ്ടിട്ടേ ഇല്ല. അച്ഛൻ വാസ് ഈസി ഗോയിങ് വെറുതെ ലോൺ എടുത്ത് വലിയ സംഭവങ്ങൾ ചെയ്യണ്ടെന്നല്ല ഞാൻ പറയുന്നത്. വി ഷുഡ് ട്രൈ മെനി തിങ്സ്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് റിസ്ക് ഇല്ലാണ്ട് ഒരുപാട് ടെൻഷൻ ഇല്ലാതെ ജീവിക്കാനാണ് ഇഷ്ടം. ഇപ്പോൾ പണയം വെച്ച പലരും ഞാൻ കണ്ടിട്ടുണ്ട്, പണയം എടുക്കാറില്ല മിക്കവാറും തിരിച്ച്. അത് വീണ്ടും വയ്ക്കും, അല്ലെങ്കിൽ അത് പോവും. സോ ഐ ഡോണ്ട് വാണ്ട് ടു ഇപ്പോൾ ഒരു വലിയൊരു സംഭവം ചെയ്യണം. ഓക്കെ, ഒരു 5 പവൻ വിറ്റിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്.
ഇഫ് ഐ വോണ്ട് ടു ഡു സംതിങ് പ്രോപ്പർ, ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ ഐ വിൽ ഡു ഇറ്റ്. അതല്ലാണ്ട് എനിക്ക് ഐ എം നോട്ട് ഇൻ ടു ഇറ്റ്, ഐ എം നോട്ട് എ പേഴ്സൺ ഫോർ ദാറ്റ്. ഫിനാൻഷ്യൽ കാര്യങ്ങൾ സംസാരിക്കാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പൊതുവെ അങ്ങനെ ആരുമായിട്ട് അങ്ങനെ ഡിസ്കസ് ചെയ്യില്ല, അങ്ങനെ പറഞ്ഞു. അപ്പം അത് ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ ആൾക്കാർ പൊതുവെ ഇങ്ങനത്തെ ഫിനാൻഷ്യൽ കാര്യങ്ങളെക്കുറിച്ച് അധികം സംസാരിക്കാറില്ല. പൊതുവെ എല്ലാവർക്കും മടിയാണ് സംസാരിക്കാൻ. അപ്പോൾ അത് സംസാരിച്ച് വരണം, കൂടുതൽ ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിക്കണം, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? കാരണം ഇപ്പോൾ കുറേ ചിലപ്പം ഈ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ കാരണം സൂയിസൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. വളരെ ക്ലോസ് ആയിട്ട് നമ്മുടെ കൂടെ നടന്ന ആൾക്കാരായിരിക്കും, പക്ഷെ അവർ തുറന്ന് പറയുന്നുണ്ടാവില്ല അതിനെക്കുറിച്ച്. അങ്ങനെ അതൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഒരാൾക്ക് വരുന്നതും സൂയിസൈഡ് ചെയ്യുന്നതും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ലെന്നാണ് എൻ്റെ ജേർണിയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഫിനാൻഷ്യലി നമ്മൾ എന്ത് പ്രശ്നവും ഒരാളടുത്ത് പറയാൻ പറ്റിയാൽ അതിന് ഒത്തിരി സമാധാനം കിട്ടും. ഇപ്പോൾ അത് ഫിനാൻഷ്യൽ പ്രശ്നമായിരിക്കണം എന്നില്ല. ഫിനാൻഷ്യൽ ക്രൈസിസ് പോലെ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഒരാളടുത്ത് സംവദിക്കാൻ പറ്റിയാൽ ഭയങ്കര സൊല്യൂഷൻസ് കിട്ടുമായിരിക്കും. പക്ഷേ പീപ്പിൾ ആർ നോട്ട് അവൈലബിൾ നൗ. ആരോട് പോയി പറയാനാ ഇതൊക്കെ? ആർക്കും കേൾക്കാൻ സമയമില്ല. ഒരു 10 മിനിറ്റ് കേട്ടിരിക്കാൻ ആർക്കും സമയമില്ല. ഫിനാൻഷ്യൽ പ്രോബ്ലം കാരണം ഒരു 4 വർഷം മുമ്പേ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് സൂയിസൈഡ് ചെയ്തു. അതിനൊരു ഒരാഴ്ച മുമ്പേ ഞാൻ സംസാരിച്ചിരുന്നു, അപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു. സോ വാട്ട് ഐ ഹാവ് ടു സേ ഇസ്, ആ സമയം ആരെങ്കിലും ഒരാളെ വിളിക്കുക, ആ സമയത്ത് ഒന്ന് വിളിക്കുക. ആ ഒരു സംഭവം പറ്റിയാൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് കേൾക്കാനുണ്ടെന്ന് തോന്നിയാൽ, അതും കൂടെ വേണം. ഇപ്പം ആരെങ്കിലും പോയി വിളിക്കാനൊന്നും പറ്റില്ല. ഇപ്പം നമുക്കൊരാളെങ്കിലും നമ്മൾ വിളിച്ചാൽ നമ്മൾ കേൾക്കും തോന്നിയാൽ മേ ബി ഹി വോണ്ട് കമ്മിറ്റ് സൂയിസൈഡ്. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ തോന്നുന്നതാണല്ലോ സൂയിസൈഡൊക്കെ. സോ ഡെഫിനറ്റ്ലി അനു പറഞ്ഞതുപോലെ ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ് ഒരുപാട് ഇപ്പോഴത്തെ പ്രശ്നം. അപ്പം അതിന് ആരെങ്കിലും ഒന്ന് സംസാരിക്കാനോ ഒന്ന് കേട്ടിരിക്കാനോ ഉള്ളത് നല്ലതാണ്. അതാണ് എനിക്ക് ഇപ്പോഴത്തെ ജനറേഷനോട് പറയാനുള്ളത്. ഒന്ന് കേൾക്കുക. ഒരു ഫ്രണ്ടിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കേട്ടാൽ അതിന് ചിലപ്പോൾ പല സൊല്യൂഷൻസ് കണ്ടെത്താൻ പറ്റും. നമുക്കൊരു റാപ്പിഡ് ഫയർ സെഷൻ ഉണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാം. ഇപ്പോൾ ഫസ്റ്റ് പേ ചെക്ക് കിട്ടിയത് വാട്ട് ഡിഡ് യു ഡു? ഐ ബോട്ട് സാരി ഫോർ അമ്മ. കാര്യം എനിക്ക് ആദ്യം കിട്ടുന്നത് ഇറ്റ് വാസ് ലൈക്ക് 2000. അത് ഈ കമ്പയറിംഗ് ഒരു ഫിനാൻഷ്യൽ റോൾ മോഡൽ ഉണ്ടോ ലൈഫിൽ? നോ. യു തിങ്ക് ഹു കെ മാനേജസ് വെൽ? ഐ തിങ്ക് ലൈക്ക് ഹി മാനേജസ് വെൽ. കുറച്ചേ മനസ്സിലാവും. നോ, ഹി ഡസൻറ്റ്. ബെറ്റർ ഇസ് മൈ മാനേജ്മെന്റ്. ഇപ്പം മണി ഒരു കൺസ്ട്രെയിൻ അല്ലെങ്കിൽ വാട്ട് ഡ്രീം വിൽ യു ഫുൾഫിൽ? I want to travel the entire India and I want to start a small cafe cum boutique. എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു cafe cum boutique, ലൈക്ക് ചായക്കട എന്ന് പറയാം, ഒരു ചെറിയ ഒരു ഇത്. Then these two are my dream. Travel is a dream, like everybody wants to travel. എനിക്ക് ഇഷ്ടം ഇത്. പിന്നെ എൻ്റെ അമ്മയ്ക്കൊക്കെ ശേഷം എൻ്റെ വീടൊരു കുറച്ചൊരു 3 വീട് പോലെയൊക്കെ ആക്കിയിട്ട് ഈ ഓൾഡ് ഏജ്, അതായത് നല്ല വില്ലാസ് പോലെ നല്ല റൂംസൊക്കെ ആയിട്ട് ഓൾഡ് ഏജ് ഹോം പോലെ. ആൻഡ് ഐ വോണ്ട് ടു റൺ ദാറ്റ്. കാര്യം നല്ല ഫെസിലിറ്റീസൊക്കെ ആയിട്ട് ഒരു 2-3 അമ്മയ്ക്കും 2 കപ്പിൾസിനൊക്കെ നിൽക്കാൻ, അങ്ങനത്തെ ആഗ്രഹം. ഇങ്ങനത്തെ വീടോട് ചേർന്ന കുട്ടി ആഗ്രഹങ്ങളുണ്ട്. അല്ലാണ്ട് വലിയ മോഹങ്ങളൊന്നും ഇല്ല. റിസ്ക് ടേക്കറാണോ അതോ പ്ലാനറാണോ? റിസ്ക് ടേക്കർ. അപ്പോൾ ഇപ്പം ഏറ്റവും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യണേ എന്തിനായിരിക്കും പേഴ്സണലി? പല സമയത്തും പലതിലായിരുന്നു. ഇപ്പോൾ ഫോർ ട്രാവൽ. ഒരു ഫിനാൻഷ്യൽ മിസ്റ്റേക്ക് ഞാൻ ചെയ്തു എന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? 2 times I give money to someone. അത് റിലേഷൻഷിപ്സിന് ഫ്രിക്ഷൻ ഉണ്ടാക്കും തോന്നിയിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി. പിന്നെ അത് അടിയും വഴക്കും, വിളിച്ചാൽ ഫോൺ എടുക്കില്ല. ഐ ഗേവ്, ഞാൻ സഹതാപം തോന്നി, ഇല്ല അവരെനിക്ക് ഉറപ്പായിട്ട് തിരിച്ചു തരുമെന്ന് തോന്നി 2 പേർക്ക് പൈസ കൊടുത്തിട്ടുണ്ട്, ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൽ ഫ്രിക്ഷൻ മാത്രമല്ല, നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ നമുക്ക് മനുഷ്യരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നൽ അറിയാണ്ട് വന്നു പോകുമല്ലോ. സോ ദാറ്റ് ഹാപ്പൻ ട്വൈസ്. ഫുള്ളി ഡിജിറ്റൽ ആണോ അതോ ഇപ്പോഴും ക്യാഷ് വേണം ഉണ്ട്? കുറെ പേര് അങ്ങനെ ഉണ്ട്. ഇപ്പോഴും ഡിജിറ്റൽ ആണെങ്കിൽ ആ പേഴ്സിൽ കുറെ കാശ് ഇപ്പൊ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡാണല്ലോ. അപ്പോൾ പണ്ടത്തെ നോക്കുമ്പോൾ ഭയങ്കര കോമ്പറ്റീഷനാണ് ഏത് ഒരു ഫീൽഡിലും. ബട്ട് യു ഹാവ് നെവർ ഗിവൺ അപ്പ്. എപ്പോഴും ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഏതാണെങ്കിലും
യു ഹാവ് ദറ്റ് ഒരു കോൺഫിഡൻസ്. അപ്പം അത് ഹൗ ഡിഡ് യു, അപ്പം ഇന്നത്തെ ഒരു തലമുറയ്ക്ക് അത് പറയുമ്പം, അവരോട് പറയുമ്പം വാട്ട് ഈസ് ദ മെസ്സേജ് ദാറ്റ് യു ക്യാൻ ഗിവ്? ഇറ്റ്സ് അബൌട്ട് സെൽഫ് ലവ്. എന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം വേണ്ടത് സ്വയം. ശരിക്കുണ്ടല്ലോ, ഞാനും ഇത് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര എന്നെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്നുള്ളത്. അല്ലല്ല, അത് അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ, എനിക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മറ്റുള്ളവരെ ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ. അത് പറയുന്നതല്ല, അത് പ്രീച്ച് ആൻഡ് പ്രാക്ടീസ്. വെറുതെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവള് പറയുമ്പോൾ സെൽഫിഷ് ആണോ? അതാ തോന്നുന്നത്. മണ്ടരായിട്ട് ചിന്തിക്കുന്നവരാ. ഒന്ന് ശരിക്കും നമ്മളെ ഇഷ്ടപ്പെട്ട് നോക്കിയേ. നമ്മുടെ മനസ്സിനെ മുറിവേൽപ്പിക്കാതെ, നമ്മുടെ ദേഹത്തിനെ മുറിവേൽപ്പിക്കാതെ, നമ്മുടെ ആവശ്യമില്ലാത്ത സബ്സ്റ്റൻസ് ഒന്നും നമ്മുടെ ദേഹത്തേക്ക് പോവാതെ നമ്മൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റിയാൽ അതാണ് സെൽഫ് ലവ്. അതിന് പറ്റുന്ന കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും വളരെ സന്തോഷമായിട്ട് മറ്റുള്ളവരുടെ അടുത്ത് ബിഹേവ് ചെയ്യാൻ പറ്റും, മറ്റുള്ളവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പം സോ ഐ ഓൾവേസ് തിങ്ക് ഐ ലവ് മൈസെൽഫ് എ ലോട്ട്. ആൻഡ് പിന്നെ എനിക്കിങ്ങനെ ഈ ഗിവ് അപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഗിവ് അപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ? ദൈവം സഹായിച്ച് എനിക്ക് ആരോഗ്യമുണ്ട് ഇപ്പോഴും. ആൻഡ് ഐ ക്യാൻ ഡു മെനി തിങ്സ്. ലൈക്ക് എത്രയോ ആൾക്കാർ 60-ാമത്തെ 70-ാമത്തെ വയസ്സിൽ എന്തൊക്കെ തുടങ്ങിയിരിക്കുന്നു. സോ വൈ ഷുഡ് ഐ ഗിവ് അപ്പ്? ഐ ഓൾവേസ് തിങ്ക് ലൈക്ക് ഇറ്റ് ഇസ് ലോങ് വേ ടു ഗോ. അപ്പം അത് എൻ്റെ ഉള്ളിലെ ജനറ്റിക്കലി ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ അച്ഛൻ അങ്ങനെ തന്നെയായിരുന്നു, ഒരിക്കലും തോറ്റു കൊടുത്തിട്ടില്ല. നമുക്ക് പറഞ്ഞിട്ടില്ലേ, നമ്മളെ കൊല്ലാനാവും പക്ഷേ തോൽപ്പിക്കാൻ പറ്റില്ല. അത് നമ്മൾ വിചാരിക്കണം. സോ ഐ ഡോണ്ട് വോണ്ട് ടു ഗീവ് അപ്പ്, ആൻഡ് ഐ ഡോണ്ട് വോണ്ട് ടു ഗീവ് അപ്പ് ഫോർ എനി വൺ എൽസ്. ഇപ്പം എനിക്ക് വേണ്ടി ഞാനൊരു കാര്യം നിർത്തുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ബട്ട് നെവർ എവർ ഫോർ സം വൺ, നോട്ട് ഈവൻ ഫോർ മൈ കിഡ്. That's so inspiring. So thank you so much. വന്ന് ആദ്യം സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ലൈക്ക് ഭയങ്കര ഒരു അടുപ്പം തോന്നി സംസാരിച്ച് വന്നപ്പോൾ തന്നെ. ലൈക്ക് ചേച്ചി പറഞ്ഞ പോലെ ജാടയൊന്നും എനിക്ക് ഒട്ടും ഫീൽ ചെയ്തില്ല. അല്ല, അതൊരു വളരെ സംഭവം. എന്നാൽ നേരെ തിരിച്ചാണ് ഞാൻ. എന്നോട് സംസാരിച്ചാൽ ഞാൻ വളരെ സോഷ്യലൈസ് ചെയ്യുന്ന ഒരു ചളുവോ കടിക്കാന്ന് പറയില്ലേ, അതൊക്കെ അടിച്ച് ഇങ്ങനെ അങ്ങനെ മിങ്കിൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്. പക്ഷേ എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലോ, ഞാൻ ചിലപ്പം കാർ ഓടിച്ചു പോകുന്നതോ അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഈ ജാട എന്ന് പറയുന്നത്. ഞാൻ ജാടയെക്കാട്ടിലും കൂടുതൽ ഐ എം സോ വൾണറബിൾ. ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ്. ഞാൻ ഇപ്പം എൻ്റെ അടുത്ത് ആരെങ്കിലും ഇവിടെ ദേഷ്യപ്പെട്ടാൽ ഞാൻ കരയും. സോ ദാറ്റ്സ് മീ. എന്നെ അറിയാവുന്നവർക്ക് അറിയാം, എനിക്ക് ജാടയല്ല, ഞാൻ ഭയങ്കര പെട്ടെന്ന് കരയുന്നൊരു വ്യക്തിയാണെന്ന്. സോ ഐ മിങ്കിൾ വിത്ത് പീപ്പിൾ വെരി ഈസിലി, ബട്ട് ഐ ഡോണ്ട് കീപ്പ് അപ്പ് ദാറ്റ് റിലേഷൻഷിപ്പ്. ഞാൻ ആരുമായിട്ടും വളരെ കുറച്ച് 1-2 പേരുമായിട്ട് മാത്രമേ ഞാൻ എന്തെങ്കിലും തുറന്ന് സംസാരിച്ചു. കാര്യം കാണുമ്പോൾ ഹായ് ബൈ, ദാറ്റ്സ് ഇനഫ്. ഇൻ ദിസ് വേൾഡ് ദാറ്റ് ഇസ് ഇനഫ്. കാര്യം അറ്റാച്ച്മെൻറ്റ് എളുപ്പമാണ്, ഡിറ്റാച്ച്മെൻറ്റ് ഇസ് വെരി ഡിഫിക്കൾട്ട്. എനിക്ക് അറ്റാച്ച് ആയി കഴിഞ്ഞാൽ ഡിറ്റാച്ച്ഡ് ആവാൻ ഒരുപാട് സമയം വേണം. സോ ഐ ഷുഡ് അൺനെസറിലി ഗെറ്റ് അറ്റാച്ച്ഡ് ടു പീപ്പിൾ. താങ്ക് യു സോ മച്ച് ട്രിവാൻഡ്രത്ത് നിന്ന് ഇതിനു വേണ്ടി ഇവിടെ വന്നതിനും മൈ പ്ലഷർ. ഈ ഒരു ഇൻ്റർവ്യൂവിൽ അല്ല, എനിക്ക് താങ്ക്സ്. എനിക്കിത് ഒത്തിരി താങ്ക്സ് പറയേണ്ടത് നമ്മുടെ സാധാരണ ഇൻ്റർവ്യൂ പോലെ അല്ല. ഇപ്പം യു ഡിൻ എൻക്രോച്ച് ഇൻ ടു മൈ മെൻ്റൽ ഒരുപാട് കാര്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം. ഇറ്റ് വാസ് ലിറ്റിൽ ഡിഫറെൻറ്റ്. ഫിനാൻഷ്യൽ ദാറ്റ് ഐ ലവ്ഡ് ഇറ്റ് കേട്ടോ, റിയലി ഐ ലവ്ഡ് ഇറ്റ്. ആൻഡ് ഐ വാസ് ഏബിൾ ടു പ്രസൻറ്റ് ദ വേ ഐ വോണ്ട് ടു, ബിക്കോസ് അനു അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നു, അങ്ങനെ റെസ്പോണ്ട് ചെയ്തു, എനിക്ക് സ്പേസ് തന്നു. സോ ഐ ഷുഡ് താങ്ക് യു. താങ്ക് യു സോ മച്ച്.